ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇന്ന് പ്രസവിച്ചിട്ട് പോവാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോവാണ് ഏട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പം അതാണ് ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇത് എൻ്റെ ചേച്ചിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പേടിയാണ് കേട്ടോ, പിള്ളേരുടെ അടുത്തൊന്നും പോവില്ല, ചിരിക്കില്ല നമ്മുടെ അത് കണ്ട ഗൈസ്, കരയും. അത്ര പെട്ടെന്ന് ചിരിക്കില്ല കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. അപ്പം എല്ലാവരും റെഡിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. വണ്ടി നോക്കിക്കൊണ്ട് ചിരിക്കില്ല കേട്ടാ, കരയും. പക്ഷെ കരഞ്ഞ അത്ര സൗണ്ട് വരില്ല. കണ്ടവന് ഭയങ്കര പേടിയാണ്, പിടിച്ചോണ്ടേ ഇരിക്കണം. അമ്പു ഇത് നോക്ക്, ഫോണില് കാത്തു വരുന്നു. കാത്തു ഇവിടെ, കാത്തു വിചാരം ഇവിടെ ഒരു ബ്യൂട്ടി ക്വീൻ ആണെന്നൊക്കെയാണ്. അതല്ല, ഇവരുടെ പണി എന്താ പറയുക, കുട്ടിനെ മാറി മാറി എടുക്കുക, കുട്ടിനെ വെറുപ്പിക്കുന്നതാണ്. പാവം, അതിക്ക് കണ്ടിട്ട് സങ്കടം വരിക. നോക്ക്, കണ്ടോ കുട്ടിനെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം. ബന്ധപാളയത്തെ റാണിയാണ് കേട്ടാ, രാജാവിന്റെ ഭാര്യയാണ്. അഭിലാഷ് രാജാവിന്റെ റാണി എന്തൊക്കെയാണ് അവർ പറയുന്നത്. സെലിബ്രേറ്റ് ആണ് കേട്ടോ നമ്മുടെ ലിസ്മുവിന് വേണ്ടിട്ടാണ് ഇത്രയും പേര് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രഹസനങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഏട്ടൻ്റെ ഇവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. ഭയങ്കര ചൂട് കേട്ടോ, എന്താ പറയുക, മഴക്കാലമാണെന്ന് തന്നെ പറയില്ലായിരുന്നു, നല്ല ചൂട്. എല്ലാവരും ഇവിടെ ഇവിടെ ഭയങ്കര ചൂട് കിട്ടാ, മഴയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും മഴക്കാലം. പിന്നെ എന്താ പറയുക, എല്ലാം ഫോൺ നോക്കിയിട്ട് മൂലയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തൊക്കെയായിരുന്നല്ലേ. എന്താ ചിക്കു സാറാണ് ഇതിൻ്റെ തലവൻ, വെറുതെ പറഞ്ഞാണ് കേട്ടോ, അവനൊന്നും അല്ല. ഇപ്പത്തെ ചേച്ചി എല്ലാരും ഉണ്ട്. ഇവിടെ ഫുള്ള് സൗണ്ടാണ്. ഇതെന്റെ അമ്മായിയാണ്, പക്ഷെ മേമയാണ്. പക്ഷെ പ്രായമായിട്ടില്ല കേട്ടോ, കണ്ടാലും പറയും. അതെ, കണ്ടാലും പറയും, പ്രായമായിട്ടില്ല. എന്നെ വെച്ചൊരു 10-15 വയസ്സിന് നോക്കുക, അത്രേ ഉള്ളൂ. അല്ല, അത്ര നോക്കില്ല. ഫോൺ അഡിക്റ്റഡ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇവരുടെ പ്രായത്തിൽ എനിക്ക് ഫോണൊന്നും ഇല്ല. അത് കണ്ട കാലം വിവരന്നേ ഇല്ല. എല്ലാവരും ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇവരുടെ പ്രായത്തിലേക്ക് ഇങ്ങനെ മണ്ണിൽ അടുത്ത ആളുടെ കയ്യിൽ. അതെ, അതാണ് ഫോൺ ചെയ്യുന്നത്. കണ്ടോ, ഈ കാണില്ല, ഇവള് കാണിച്ചു കൊടുക്കുന്നില്ല. ഫോൺ അടിച്ചത് ഫാമിലി, അഡിക്റ്റഡ് ഫാമിലി. ഇവിടെ ചേച്ചിക്ക് പോവാൻ സമയമായി പറഞ്ഞു. അപ്പൊ ഞാനും ചിക്കുവും കൂടിയിട്ടാണ് അവളെ വിടാൻ വേണ്ടി പോണേട്ടാ. ഞങ്ങള് വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോകണം. അവന് പോയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ട് വരാം ഗൈസ്. ആ വണ്ടിയാണ് നമ്മുടെ ഗായ്സ്. ഇവിടെ ശരിക്കും പാലക്കാട് കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ചങ്കരാന്തിക്ക്. അതേട്ടോ കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ചേച്ചിന് വിടാൻ വന്നപ്പോ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ടൈസ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അതെവിടാ കാണിച്ചു കൊടുക്ക. ഞങ്ങള് ഗൈസ്, ഇപ്പൊ ഞങ്ങള് വാങ്ങിച്ച ഐസ്ക്രീമില്ല, ഞങ്ങൾക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. വീട്ടിലാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവാ വെച്ചിട്ടാണ്. യെസ് ഗൈസ്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. എന്താ വീടെത്തിയത്, വീട്ടിൽ വന്നിട്ട് പിന്നെ സദ്യയായിരുന്നു. അപ്പം ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സദ്യ കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ളൊരു സദ്യ. പിന്നെ എന്താ ചേച്ചിയുണ്ട്, നമ്മുടെ വല്യമ്മയൊക്കെ നോക്കി നിൽക്കുന്നത്. ചേച്ചി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് പോണേൽ സങ്കടം. അപ്പോൾ 2 വാക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് പറയാനുള്ളത്, ഇനിയും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും അവൾ ഒരുപാട് സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പിന്തുണയും ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക. അവളിടുന്ന വീഡിയോ ഫുള്ളായി കാണാൻ നിങ്ങൾക്ക് മടിയാണെന്നൊക്കെ അറിയാം, എന്നാലും ഓടിച്ചു വിട്ടെങ്കിലും ഫുള്ളായി കണ്ട് ആ കുട്ടിയെ സംതൃപ്തിപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു.
പോകുന്ന ടൈമിൽ എനിക്ക് 2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതാ കുഞ്ഞിനെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ സമയം ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പീലിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വിളക്കൊക്കെ കത്തിച്ച് പോകാനുള്ള ചടങ്ങാണ്. പിന്നെ കൊടുത്തു. പിന്നെ വല്യമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ഇത്രയും ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ട് ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പം അതിൻ്റെ ഒരു സങ്കടം. വീട്ടിലിനിയിപ്പം കുഞ്ഞുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് അങ്ങനെ പോകുമ്പോൾ എന്തായാലും ഒരു സങ്കടം വരുമല്ലോ. അപ്പം അതാണ് കേട്ടോ. ഇത് നമ്മുടെ ആൾക്ക് എന്താണ് ഇവിടെ നിന്ന് നടക്കണതെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ എന്നാണ് അവളുടെ മനസ്സിൽ ഇപ്പോൾ ട്ടാ. പിന്നെ എന്താ വല്യമ്മയൊക്കെ കരഞ്ഞത്. ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഇവിടുന്ന് പോണേല് ചേച്ചിക്ക് സങ്കടം എല്ലാവർക്കും സങ്കടം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അറിയൂല കേട്ടോ. പിന്നെ ഇത് ഇറങ്ങാൻ ഇതായി. പിന്നെ ടൈമായപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിയിട്ടാ. പിന്നെ കൊണ്ടാക്കാൻ പോകുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. വല്യമ്മ പോയായിരുന്നു കൂടെ, ഇവരുടെ കൂടെ ചേച്ചീൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇറങ്ങുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട് എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ആ ബാഗ് എടുക്കുക എന്നൊക്കെ കൊണ്ട് പറയുന്നത്. അപ്പം ഞാനൊക്കെ എന്തായാലും അതൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പം ഞാനിപ്പോൾ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മേമയും അമ്മായിയൊക്കെ ചേച്ചിയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ ചടങ്ങാണ് അതിനെ കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ചിക്കും കൂടിയിട്ടാണ് കേട്ടോ. ഞാൻ ചുറ്റും കൂടിയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ബായ്. എന്തിയാണ്? ആ ശരി. പിന്നെ അവൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൻ ഇറങ്ങിയിട്ട് പിന്നെ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. എന്നെ ഞാനാക്കി എൻ്റെ സ്കൂൾ. പക്ഷെ ഞാൻ 8 മുതലാണ് ഇവിടെ, 8 മുതൽ +2 വരെ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഈ ജനലിൽ കൂടെ ഇങ്ങോട്ട് എത്തി നോട്ടമുണ്ടല്ലോ. അപ്പം അതാണ്. പിന്നെ മഴ ഇപ്പം വരും എന്ന് പറയുന്നത്. ഞാൻ ജംഗ്ഷൻ എത്തിയത് മഴയും വന്നിട്ട്. ജംഗ്ഷനൊക്കെ ഇവിടെ ആണെങ്കിൽ പെരുമഴ. ഇവിടെ കുളം പോലെ ഉണ്ട്. എന്താ കൊടയൊക്കെ പിടിച്ചിട്ട് നടക്കാണ്. അനിയനെ വിളിച്ചില്ല, മഴയായതുകൊണ്ട്. ഇപ്പൊ കുറച്ച് തുറന്നിട്ടുണ്ട്, എന്നാലും വിളിച്ചില്ല. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒന്നിച്ച് കണ്ട്, കസിൻസിനെ എല്ലാവരെയും കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്.